നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂടുതൽ കടമെടുക്കാൻ അനുമതിയില്ല. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കടം തീർക്കാനായി പോലീസിന് പണമില്ല. ആവശ്യം തള്ളി വിമർശനവുമായി ധനവകുപ്പ്. അനുവദിച്ചത് 26 കോടി മാത്രം. വടക്കൻ കേരളത്തിലെ LDF പ്രചാരണത്തിന് ആവേശം പകർന്ന് മുഖ്യമന്ത്രി. കോൺഗ്രസിനെ ആശ്വസിക്കാം. തെരഞ്ഞെടുപ്പ് കഴിയാതെ 3800 കോടി ഈടാക്കാൻ നടപടികളുണ്ടാകില്ല. വാർത്തകൾ വിശദമായി. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ല എന്നും തൽക്കാലം കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ നിബന്ധന പാലിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 1 വർഷം അധികം കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. കിഫ്ബി വഴി എടുത്ത കടം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര നടപടിയും കേരള സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. കടമെടുക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കുന്ന ഭരണഘടനയുടെ 293 അനുച്ഛേദവുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുൾപ്പെട്ട 2-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഹർജി ഉയർത്തുന്ന 6 ചോദ്യങ്ങളാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. കടമെടുക്കാനുള്ള സംസ്ഥാന അവകാശത്തിൽ കേന്ദ്രത്തിന് എത്രത്തോളം ഇടപെടാമെന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. പൊതുകടത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിലും 5-അംഗ ബെഞ്ച് വാദം കേൾക്കും. കൂടുതൽ കടമെടുക്കാനുള്ള ഇടക്കാല ഉത്തരവും കേരളം തേടിയിരുന്നു. എന്നാൽ കോടതി ഇടപെടൽ വഴി കൂടുതൽ സഹായം കേരളത്തിന് ഇതിനോടകം കിട്ടിയെന്ന് 2-അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ ഇടക്കാല ആശ്വാസത്തിന് ഉത്തരവിടാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. കുടിശ്ശിക തീർക്കാൻ 57 കോടി അനുവദിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആവശ്യം തള്ളി സർക്കാർ. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഈ ആവശ്യം തള്ളിയ സർക്കാർ 26 കോടി മാത്രമാണ് അനുവദിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾക്കായാണ് സംസ്ഥാന പോലീസ് മേധാവി തുക ആവശ്യപ്പെട്ടത്. കുടിശ്ശിക തീർക്കാനാണ് പണം ആവശ്യപ്പെട്ടതെന്നും ഇപ്പോൾ അനുവദിച്ച തുക അപര്യാപ്തമാണെന്നും പോലീസ് സർക്കാരിനെ അറിയിച്ചിരുന്നത്. പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം അടിച്ചതിന് സംസ്ഥാനത്തെ പമ്പുടമകൾക്ക് മാത്രം 200 കോടിയാണ് ആഭ്യന്തര വകുപ്പ് നൽകാനുള്ളത്. ഇതിനിടെയാണ് 26 കോടി മാത്രം ധനവകുപ്പ് അനുവദിച്ചത്. തുക ചിലവാക്കുന്നതിൽ പോലീസിനെതിരെ വിമർശനം നടത്തിയാണ് ധനവകുപ്പ് തുക അനുവദിച്ചത്. ഭരണാനുമതി ഇല്ലാതെ പണം ചെലവഴിക്കുന്നുവെന്നാണ് വിമർശനം. ഇതാണ് കുടിശ്ശികയുണ്ടാക്കാൻ കാരണമെന്നും ഭരണാനുമതി ഇല്ലാതെ കുടിശ്ശികകൾ ഇനി അനുവദിക്കില്ല എന്നുമാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ LDF പ്രചാരണത്തിന് ആവേശം പകർന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും. മുഖ്യമന്ത്രി തിരുവമ്പാടി മണ്ഡലത്തിലെ മുക്കത്തും ഗോവിന്ദൻ മാസ്റ്റർ കുന്നമംഗലം മണ്ഡലത്തിലെ കുന്നത്ത് പാലത്തും LDF റാലികളിൽ പങ്കെടുത്തു. മണ്ഡല പര്യടനം നടത്തുന്ന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് പ്രചാരണത്തിന് ഇറക്കിയിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പര്യടനം കാട്ടുക്കയിൽ നിന്നാരംഭിച്ച് സുള്യാമോയിലാണ് സമാപിക്കുന്നത്. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി ML അശ്വനിയും മണ്ഡലത്തിലെ വിവിധ യോഗങ്ങളിലും പങ്കെടുക്കും. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ മണ്ഡലത്തിലെ പൊതുപര്യടനം തുടരുന്നു. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്ന MV ജയരാജന് ഊഷ്മള വരവേൽപ്പാണ് നൽകുന്നത്. UDF സ്ഥാനാർത്ഥി K സുധാകരൻ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ പ്രചാരണത്തിലാണ്. NDA സ്ഥാനാർത്ഥി C രഘുനാഥിന് ഇന്ന് പ്രചാരണമില്ല. ആദായ നികുതി കേസിൽ കോൺഗ്രസിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് കഴിയും വരെ 3800 കോടി ഈടാക്കാൻ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സുപ്രീം കോടതിയിലാണ് ഉറപ്പ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അക്കൗണ്ടുകളിൽ നിന്ന് കൂടുതൽ പണം പിടിച്ചെടുക്കില്ലെന്ന് ഉറപ്പായതോടെ ആശങ്കകൾ ഇല്ലാതെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാം. ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ 2016 നൽകിയ ഹർജിക്കൊപ്പമാണ് 3500 കോടി അടയ്ക്കാൻ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് നൽകിയ നോട്ടീസ് ചോദ്യം ചെയ്ത് കോൺഗ്രസ് ഇടക്കാല അപേക്ഷ ഫയൽ ചെയ്തത്. 2016 ഹർജിയുമായി ബന്ധമില്ലാത്തതിനാൽ ഇടക്കാല അപേക്ഷ പരിഗണിക്കുന്നതിന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആദ്യം എതിർത്തു. എന്നാൽ വിഷയം പരിഗണിച്ച സാഹചര്യത്തിൽ തൽക്കാലം പണം ഈടാക്കാൻ നടപടികൾ ഉണ്ടാകില്ലെന്ന് തുഷാർ മേത്ത ഉറപ്പു നൽകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലമായതിനാലാണ് ഇതെന്ന് അദ്ദേഹം പ്രത്യേകം ചൂണ്ടിക്കാട്ടി. ജൂലൈ 24 കേസ് വീണ്ടും പരിഗണിക്കും.